അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസമായിരിക്കുകയാണ്. നമ്മൾ തായ്ലൻഡിൽ ഉടനീളം വാഹനം ഓടിച്ച് രസിക്കാൻ പോകുന്ന ദിവസം. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചല്ലോ കേട്ടോ, ഗംഭീര സംഭവങ്ങളൊക്കെയാണ്. ബെൻഫാദൊക്കെ ഉണ്ടല്ലോ, ഫെയർ ഫ്യൂച്ചറിൻ്റെയും അതുപോലെ സെൽഫ് ഡ്രൈവ് വേൾഡ് സീരീസിൻ്റെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട്. കൂടാതെ ഇവിടെ റഷ്യൻ സുന്ദരിമാരൊക്കെ എത്തിയിട്ടുണ്ട്, ചിയർ ഗേൾസ് എത്തിയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പോലീസിൻ്റെ അകമ്പടി വരെയുണ്ട് നമുക്കൊരു 30 കിലോമീറ്ററോളം ദൂരത്തിൽ. അപ്പോൾ ഇവർ അറിയാമല്ലോ, വിഘ്നേഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫെയർ ഫ്യൂച്ചറിൻ്റെ എല്ലാ വീഡിയോകളിലും വിഘ്നേഷ് ഉണ്ടായിരുന്നു. ഒലിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഫെയർ ഫ്യൂച്ചറിൻ്റെ ട്രാവൽ ഡിവിഷൻ തുടങ്ങിയപ്പോഴുള്ള വീഡിയോയിൽ ഒലിനും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ ഫുൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ പുറപ്പെടുകയല്ലേ? അതെ, നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സാണ് ഇന്നത്തെ ട്രെയിൻ. എങ്ങോട്ടാണ് നമ്മുടെ ഇപ്പോൾ ഇനി പോകുന്നത് ഹുവാഹിനിലേക്കാണ്. ഹുവാഹിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബീച്ച് ഡെസ്റ്റിനേഷനാണ്. അതിപ്പോൾ ഏതായാലും ഒരു 300 കിലോമീറ്റർ ഇന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സൈറ്റ് സീയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ വേ കാണുന്നു. പിന്നെ നമുക്ക് കൂടെ നമ്മുടെ ഒരു ഗൈഡ് ഉണ്ട്, ലോക്കൽ ഗൈഡ് ഉണ്ട്. അപ്പോൾ പുള്ളി നമ്മളെ ലീഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഒരു മെക്കാനിക് ഉണ്ട്. അതെ, ഒരു മെക്കാനിക്കും ഉണ്ട് നമ്മുടെ ഇതുണ്ട്. പിന്നെ എല്ലാം കൂടെ ഉണ്ട്. നമുക്കൊരു പോലീസ് എസ്കോർട്ടും ഉണ്ട്. നമുക്കൊരു 30 കിലോമീറ്റർ പകുതി വഴിയാണ് നമുക്ക് പോലീസ് എസ്കോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവനവനായിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ബീച്ചൊക്കെയാണ്, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ഉടനെ ഫ്ലാഗ് ഓഫ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്ലാഗ് ഓഫിൻ്റെ ചടങ്ങുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടീമിൽ, അതായത് ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് ഹോളിഡേ ടീമുകളിൽ വന്നിരിക്കുന്നവരാണ് ഇവരെല്ലാം. നമ്മളെല്ലാവരും കൂടി 21 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോകാം. പേര് അജിത്. സ്ഥലം വന്നർ. ജോജി, തിരുവല്ല. അതെ, സ്ഥലം എവിടെയാണ്? അത് കേക്ക്. പേര് ഷാക്കിർ ഹുസൈൻ. റോബിൻ, തിരുവല്ല. സുബൈർ, വടകര. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇനി ആൾക്കാർ എത്താനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പോലീസ് എസ്കോർട്ടിന് വേണ്ടിയുള്ള ബൈക്കുകളും കാറൊക്കെ എത്തിയിട്ടുണ്ട്. BMW ബൈക്കും അതുപോലെ തന്നെ കൊറോള ഓൾട്ടിസും ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യക്കാരെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകില്ല എന്ന് പോലീസ് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ വരികയാണ് കുറച്ച് ദൂരം. അതിനുശേഷം കുഴപ്പമില്ലെന്ന് തോന്നിയവർ തിരിച്ചു വരുമായിരിക്കും. ഇല്ല, നമ്മുടെ കൂടെ അങ്ങ് വരെ എത്താനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും തായ്ലൻഡിലെ റോഡുകളിൽ വളരെ രസകരമായിട്ട് ഓടിക്കാൻ പറ്റിയ റോഡുകളാണ്. ഈ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്, നമ്മുടെ രാജ്യം പോലെ അത്രയും പൈസ എന്നുള്ള രാജ്യം അല്ലെങ്കിൽ പോലും ട്രാഫിക് റൂളുകളൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ച് ഓടിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് രസകരമായിരിക്കും. പക്ഷേ ബാങ്കോക്ക് എന്ന് പറയുന്ന ഈ ഒരു ക്യാപിറ്റൽ സിറ്റി ട്രാഫിക് ബ്ലോക്കിന് കുപ്രസിദ്ധമാണെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നല്ല രസികൻ ഒരു ഡ്രൈവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണിത്, മോൺഷിൻ റിവർസൈഡ് ഹോട്ടൽ. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫ്ലാഗ് ഓഫ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടക്കുകയാണ്. ഫെയർ ഫ്യൂച്ചർ ഹോളിഡേയ്സിൻ്റെ ആദ്യത്തെ സെൽഫ് ഡ്രൈവിംഗ് വേൾഡ് സീരീസ് പരമ്പരയിലെ ആദ്യത്തെ യാത്രയാണ് നമ്മുടേത്. അതിനായിട്ട് നമ്മളിപ്പോൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 1-2 വിശിഷ്ട അതിഥികളുണ്ട്. ഐ വെൽക്കം മിസ്റ്റർ കുൻ പ്രയുത്, GM, മോണ്ടിയൻ റിവർസൈഡ് ഹോട്ടൽ, ആൻഡ് മിസ്റ്റർ കുൻ യുത്ത്, ഡയറക്ടർ സെയിൽസ്, മോണ്ടിയൻ ഹോട്ടൽസ്. പിന്നെ ഇവിടെ നമ്മളൊപ്പം ചേരുന്ന ധാരാളം പേരുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടി വിജയമാക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിനീതുണ്ട്. അതുപോലെ തന്നെ വിനീതിൻ്റെ കൂടെയുള്ള ധാരാളം ആളുകളുണ്ട്. പിന്നെ ഈ ഹോട്ടലിലെ ധാരാളം സ്റ്റാഫുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. പ്രധാനമായിട്ടും നമ്മളിവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ഓടിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഗംഭീരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ആവശ്യമുണ്ടെന്ന് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവരും വാഹനം ഓടിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ ഇനി അധികം താമസിപ്പിക്കണം, നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നമ്മളൊപ്പം പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊപ്പം 30 കിലോമീറ്ററോളം ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടികളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഐ താങ്ക് ബോത്ത് ഓഫ് യു ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ബീങ് പാർട്ട് ഓഫ് ദ ഇവൻറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം.
നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നന്ദി പറയേണ്ടത് ഈ തായ് പോലീസാണ്. കാരണം അവർ എനിക്ക് തോന്നുന്നു ഒരു 7:30 എത്തി, ഇപ്പം 9 മണി ആകാറായി. ഇത്രയും നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാ നമ്മളെ സിറ്റി ലിമിറ്റ്സ് കടത്തി വിടാൻ വേണ്ടി മുന്നിൽ പോവാണ്. ആ കാറുണ്ട്, 2 ബൈക്കുണ്ട്. നമുക്കെല്ലാവർക്കും വോക്കി ടോക്കി തന്നിട്ടുണ്ട് വണ്ടികളെല്ലാം. ഓക്കെ. അപ്പോൾ സിറ്റി ലിമിറ്റ് കഴിയുന്നവരായിരിക്കും ഈ പോലീസ് കാറും 2 ബൈക്കുകളും നമ്മുടെ കൂടെ ഉള്ളത്. അതിനുശേഷം നമ്മുടെ ആ രീതിയിൽ പോവാണ്. ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ബാക്കിൽ നമ്മുടെ ഗൈഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു മെക്കാനിക്ക്, 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ശ്യാമും ഞാനും, ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ഒരു വാഹനത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ ബാങ്കോക്കിൻ്റെ സിറ്റിയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ചാവോ ഫ്രൈയ റിവറിൻ്റെയൊക്കെ ആ ഒരു പ്രദേശത്തൂടെ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ സിറ്റി അവസാനിക്കുകയും ഹുവാ ഹിൻ എന്ന മനോഹരമായ സ്ഥലത്തേക്കുള്ള പാതയിലേക്ക് കടക്കുകയും ചെയ്യും. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ, നമുക്ക് വേണ്ടി ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്ത പോലീസ് നമ്മളെ കൊണ്ടുപോകുന്നത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഒന്ന് പോലീസ് എസ്കോർട്ടോടുകൂടി സഞ്ചരിക്കണം എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ സാധിച്ചു. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രി ഒന്നും ആകേണ്ട കാര്യമില്ല. നമ്മൾ അതിനേക്കാൾ ലാവിഷായിട്ടാണ് ഇപ്പോൾ പോലീസ് എസ്കോർട്ടോട് പോകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്ര ഗുണമില്ലാത്ത 2 വീലറൊക്കെ അല്ലേ, ഇത് BMW ബൈക്കൊക്കെയാണ് നമ്മളെ എസ്കോർട്ടായിട്ട് പോലീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 185 കിലോമീറ്ററാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഹുവാ ഹിനിലേക്ക്. ഹുവാ ഹിനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. പോകുന്ന വഴിയിൽ 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രധാനമായിട്ടും അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ ഇവിടുത്തെ കിങ്ങിൻ്റെ ഒരു വേനൽക്കാല വസതിയുണ്ട് അവിടെ ഹുവാ ഹിനിൽ. അപ്പോൾ ഹുവാ ഹിനിലേക്ക് അദ്ദേഹം എത്തുന്ന എപ്പോഴും ട്രെയിനിലാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. രാജാവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വികാരമാണ്. ഇവിടെ ശരിക്കും മൊണാർക്കി ഒന്നുമല്ല, ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യം തന്നെ ഉണ്ടെങ്കിൽ പോലും ഒരു അവസാന വാക്ക് എപ്പോഴും ട്രഡീഷണലി രാജാവിൻ്റെയാണ്. ഇപ്പം മരിച്ചുപോയ, എനിക്ക് 2 വർഷം മരിച്ചുപോയ രാമ 4 എന്ന് പറയുന്ന രാജാവായിരുന്നു ഇവിടുത്തെ ഏറ്റവും ജനങ്ങൾ സ്നേഹിച്ച രാജാവ്. അതിൻ്റെ മകനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം രാജാവെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ രാജാവ് സഞ്ചരിക്കുന്ന വഴികളൊക്കെ അതുപോലെ ഗംഭീരമായിട്ട് മനോഹരമാക്കിയിടും. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും ഏതാണ്ട് 48,000 ബുദ്ധിസ്റ്റ് ടെമ്പിളുകളുള്ള രാജ്യമാണിത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടിപൊളി നൈറ്റ് ലൈഫൊക്കെയുള്ള ഒരു ബീച്ച് സൈഡ് ലൊക്കേഷനാണ് ഹുവാ ഹിൻ. അത്തരം കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക. ഇന്നലെ നമ്മൾ ഫുൾ ടയർഡായിപ്പോയി. മിനിയാന്ന് രാത്രി യാത്ര ചെയ്ത് വന്നു. ഇന്നലെ ഈ വണ്ടി കളക്ട് ചെയ്യാൻ പോയി. പിന്നെ ഇടയ്ക്ക് കുറച്ച് സൈറ്റ് സീയിങ് എല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാവരും ആകെ അവസരമായിരുന്നു. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. നമ്മളങ്ങനെ സിറ്റി ലിമിറ്റ് വിടുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബാങ്കോക്കിലെ ട്രാഫിക് ബ്ലോക്ക് കുപ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ സുഖുംവിത്തൊക്കെ ട്രാഫിക് ബ്ലോക്കിൻ്റെ കേന്ദ്രമാണ്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന വഴികളെന്ന് പറയുന്നത് ടൗൺ വിട്ടു. തന്നെ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. ചെറിയൊരാശ്വാസമുണ്ട് ട്രാഫിക്കിനെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രസമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിക്കും കേട്ടോ. അത് എലിവേറ്റഡ് ഹൈവേകളും അതുപോലെ നല്ല ഗംഭീര റോഡുകളും ഒക്കെ ആയിട്ട് നമ്മളെ രസമാണ് ഓടിച്ചു പോകാൻ. അതിനിടയ്ക്ക് കണ്ടില്ലേ, പുതിയ ഹൈവേകളും പുതിയ ഫ്ലൈ ഓവേഴ്സും ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്കിനൊരു അറുതി വരുത്താനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്. നമ്മുടെ ബൈക്കിൽ പോകുന്ന പോലീസുകാരൻ നമുക്ക് വേണ്ടി എപ്പോഴും പല സ്ഥലത്തും ട്രാഫിക് ബ്ലോക്ക് ചെയ്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ സുഖമൊക്കെ ഈ സിറ്റി വിട്ട് വരുമ്പോൾ തീരും. അവരുടെ പാട്ടിന് പോവും. പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഓടിക്കുക എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടില്ല, എല്ലാവരും വളരെ കൃത്യമായിട്ട് ലൈൻ ട്രാഫിക്ക് പാലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ബ്ലോക്ക് ആണെങ്കിൽ പോലും നമ്മളങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളവൻ ലെഫ്റ്റിലേക്ക് കയറുന്നു, ലെഫ്റ്റിലുള്ളവൻ റൈറ്റിലേക്ക് കയറുന്നു, എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അങ്ങോട്ട് കയറുന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്കാകും. ഇപ്പം നമ്മൾ എത്ര ഗംഭീരമായിട്ട് ആ ഒരു ബ്ലോക്കിനെ മറികടന്ന് ലൈൻ ട്രാഫിക് കൃത്യമായി കീപ്പ് ചെയ്ത് പോകുന്നത് കണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഹൈവേകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ തന്നെ ഓടിച്ച് ശീലിച്ചാൽ തിരക്കൊന്നുമില്ലാതെ പോകാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ 3 ലൈനിൽ 3 പേരിങ്ങനെ എഴുതി നീങ്ങുന്ന പരിപാടിയായിട്ട് ഇനിയുള്ള കാലം ജീവിക്കേണ്ടി വരും.
അപ്പോൾ നമ്മൾ ഏകദേശം 40 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഇപ്പോൾ നമ്മളോട് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി നമ്മുടേതായ രീതിയിലാണ് നമ്മൾ യാത്ര കൊണ്ടിരുന്നത്. നമ്മുടെ പൗ ഉണ്ട്, നമ്മുടെ ഗൈഡ്. അപ്പോൾ പൗ നമുക്ക് വഴി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി യഥാർത്ഥ ഡ്രൈവിംഗ് തുടങ്ങുകയാണ്. കാരണം ഇതുവരെ പോലീസിൻ്റെ ഒരു മുൻഭാഗത്ത് നിന്ന് എല്ലാ വണ്ടിയും മാറ്റി നമുക്ക് ലൈനൊക്കെ ക്ലിയർ ആക്കി തന്നു പോകുമായിരുന്നു. ഇനി നമ്മുടേതായ രീതിയിൽ നമ്മൾ ഓടിക്കുകയാണ്. എന്തായാലും വളരെ മാന്യമായ ഒരു ഡ്രൈവിംഗാണ് നമ്മൾ ഇനി കാഴ്ചവെക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഈ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ അവർ രാവിലെ അവരുടെ ഷോപ്പൊക്കെ മൊത്തത്തിൽ ഇത് കയറ്റിക്കൊണ്ട് വന്ന ഒരു സ്ഥലത്ത് കൊണ്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ കുടുംബത്തിന് ഏറ്റവും പറ്റിയൊരു വണ്ടിയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും കൂടെ ഉള്ള ഇസുസു ഡിമാക്സ് ഇപ്പോൾ പോകുന്നത്. അപ്പം ആ സൈഡിൽ കൂടെ പോകുന്നത് മസ്ദയുടെ ഒരു പിക്കപ്പ്. അപ്പോൾ ഇത് സുഖമായിട്ട് കുടുംബങ്ങൾക്ക് സഞ്ചരിക്കാം, അതോടൊപ്പം തന്നെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാം. അങ്ങനെ ബിസിനസ് ആയാലും കാര്യങ്ങളെല്ലാം അവർ നടത്തുന്നത് ഈ പിക്കപ്പ് ട്രക്കിലാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു കാഴ്ചകളുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം മിത്സുബിഷിയുടെ ട്രൈട്ടൺ എന്ന് പറയുന്ന പിക്കപ്പ് അവിടെ കാണുന്നു. വീണ്ടും മുന്നിൽ പോകുന്ന 2 പിക്കപ്പ്, അല്ല 3 പിക്കപ്പ്, അതെ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന പിക്കപ്പ്. ഇത് ഡിമാക്സ്, ഇസുസിൻ്റെ ഡിമാക്സ്. അവിടെ പോകുന്നത് ഹൈലക്സ്. 2 നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു അപ്പച്ചൻ പുറകിരുന്ന് പോകുന്നുണ്ടോ ഒരു പിക്കപ്പിൻ്റെ. പിന്നെ മുകളിലൊരെണ്ണം കയറി പോകുന്നു. അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കണ്ണിന് മുന്നിൽ 4 കാണുന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ അതങ്ങോട്ട് വ്യാപകമായാലും ഇപ്പോഴും വാൽക്കുറക്കൻ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. മലപ്പുറം ഭാഗത്ത്, പാലക്കാട് ഭാഗത്ത് വാൽക്കുറക്കൻ എന്ന് വിളിക്കും ഈ വണ്ടിയെ. പിന്നെ ഇവിടുത്തെ വണ്ടികളെന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഇപ്പം ശ്യാം ഇപ്പോൾ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന വണ്ടികൾ, വലിയ വണ്ടി നമുക്ക് തോന്നുന്ന നിസാൻ സണ്ണിയൊക്കെ ഇവിടുത്തെ റോഡിൽ കാണുമ്പോൾ കുഞ്ഞു വണ്ടിയാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ അത്രയും വിശാലമായ റോഡും അത്രയും ഗംഭീരമായ വണ്ടികളുള്ളതുകൊണ്ട് നിസാൻ സണ്ണിയൊക്കെ കുഞ്ഞ്. ഇവിടെ അൽമേര എന്നാണ് സണ്ണിയെ വിളിക്കുന്നത്. അയ്യോ, അവിടെ ഒരു ഭീകരയിടി നടന്നു. ഭീകരയിടി ദാദാ ഇട്ടിച്ച് കയറി. ഇപ്പോഴാണ് പുള്ളി ജീവനോടുണ്ടോ? അയ്യോ നോക്കാന്ന്. പക്ഷെ എൻ്റെ അമ്മ വല്ലാത്ത വരവായിരുന്നു. കൺമുന്നിലായിരുന്നു ആ ഇടി നടന്നത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ അവിടെ സ്പീഡിലൊരു പിക്കപ്പ് വന്ന് ഒരു പോസ്റ്റിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറിയത്. എന്തായാലും നമുക്കുള്ള ഒരു ചെറിയ സൂചന ദൈവം തരുന്നതാണ്, സൂക്ഷിച്ചൊക്കെ ഓടിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ പോകുമ്പോൾ ഒരു ബുദ്ധനെ കൊണ്ടുപോകുന്നൊരു വണ്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ 48,000 ബുദ്ധ ക്ഷേത്രങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമായിരിക്കും. കണ്ണടച്ച് നമ്മുടെ എന്താ പറയണ്ടത്, അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഇരിപ്പുണ്ടല്ലോ, ആ സ്റ്റൈലിലുള്ള ഒരു ഇരിപ്പൊക്കെയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ വണ്ടികളുടെ കാര്യത്തിൽ ചൈനീസ് അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ മുന്നിൽ പോകുന്ന കിങ് ലോങ് എന്ന് പറയുന്ന ചൈനീസ് ബസ്സാണ്. ഇത് കേരളത്തിൽ 1-2 ട്രാവൽ കമ്പനികളൊക്കെ എടുത്തിരുന്നു. പക്ഷേ അത്ര നന്നായിട്ട് പോയില്ലെന്ന് തോന്നുന്നു. ആദ്യകാലത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KSRTC ഒരു കിങ് ലോങ് വാങ്ങിച്ചിരുന്നു. പക്ഷേ അധികകാലം നിന്നില്ല, പെട്ടെന്ന് ലാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയെന്ന് തോന്നുന്നു. അതിൽ ഇവിടെ ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. പിന്നെ ഇവിടെ BYD പോലുള്ള ചൈനീസ് കമ്പനികളൊക്കെ വളരെ ശക്തമാണ്. ഹാവൽ, BYD അവരൊക്കെ വണ്ടികൾ നന്നായിട്ട് വിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെസ്ലയും കാണാം, കുറച്ച് ടെസ്ലകൾ കാണാം. പിന്നെ ലംബോർഗിനി, ഫെരാരി ഒക്കെ പോലുള്ള സൂപ്പർ കാറുകൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം ഇവിടെ 2 തരത്തിലുള്ള, എനിക്ക് മനസ്സിലായ 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് വളരെ വലിയ പൈസക്കാരും, പിന്നെ തീരെ പൈസ ഇല്ലാത്തവരും. ഇടയ്ക്കുള്ളൊരു മധ്യവർഗം, നമ്മുടെ നാട്ടിലെ പോലൊരു മധ്യവർഗം എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഉള്ളവർക്ക് ഉള്ളതെല്ലാം കിടിലൻ വണ്ടികളായിരിക്കും. ഇല്ലാത്തവന് ഒന്നുമില്ല, ഒരു ചെറിയ സ്കൂട്ടർ കഷ്ടിച്ച് കാണും. നമ്മൾ പോകുന്ന വഴി ഒരു വലിയ ബുദ്ധിസ്റ്റ് ക്ഷേത്രം കാണുന്നു. അതിൻ്റെ കമാനം തനത് എന്താ പറയുക, തായ്ലൻഡ് ശൈലിയിൽ നിർമ്മിച്ച മേൽക്കൂരയൊക്കെയാണ്. മറ്റൊരു ബുദ്ധക്ഷേത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. അടുത്തടുത്തടുത്ത് എത്ര എണ്ണമെന്ന് കണ്ടോ? അപ്പോൾ നേരത്തെ നമ്മുടെ മുന്നിലൊരു ബുദ്ധനെ കൊണ്ടുപോകുന്നത് കണ്ടില്ല ട്രക്കിൽ. അപ്പോൾ നമ്മുടെ ഗൈഡ് ഇപ്പോൾ പറയായിരുന്നു അത് ഓരോ അമ്പലങ്ങളിലേക്ക് ഓരോ ആളുകൾ നേർച്ച പോലെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ തന്നെ പല ബുദ്ധ പ്രതിമകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഏതോ ഒരു അമ്പലത്തിലേക്ക് ഏതോ ഫാമിലിയോ മറ്റോ കൊടുത്ത ഒരു ബുദ്ധനെയാണ് കൊണ്ടുപോകുന്നത് ട്രക്കിൽ വെച്ചുകൊണ്ട്.
blue one, right? That can. ആ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് നിർത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഒരു കോഫിയെ കുടിക്കാൻ വേണ്ടി പാർക്ക് ചെയ്യുകയാണ് എല്ലാ വണ്ടികളും. നമ്മുടെ പിറ്റ് സ്റ്റോപ്പാണ്. എല്ലാവരും നിർത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ കുറച്ച് പണി നടക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇപ്പൊ ഹൈവേയിലേക്ക് ഇനി കേറുമ്പോ കുറച്ച് ട്രാഫിക് ഉണ്ടെങ്കിലും ആ ഇപ്പൊ നല്ല മനോഹരമായ റൈഡായിരുന്നു. അങ്ങനെ അടിച്ചു എൻജോയ് ചെയ്തു. ആദ്യം നമുക്ക് എസ്കോട്ട് ഉണ്ടായിരുന്നത് വളരെ സന്തോഷം തോന്നി. അതെ അവരെല്ലാം വളരെ വെരി എക്സൈറ്റിംഗ്. എങ്ങനെയുണ്ട്? അടിപൊളി. നന്നായിരുന്നു. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? ഇടയ്ക്ക് കുറച്ച് പണി നടക്കുന്ന സ്ഥലം ഒഴിച്ചാൽ എല്ലാം ഗംഭീരമായി അല്ലേ? അതെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് 126 കിലോമീറ്റേഴ്സാണ് പറഞ്ഞത്. നമുക്ക് എത്ര സമയം എടുക്കും അത്? എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും ഇനി തിരക്കില്ലെങ്കിൽ. സാർ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന പോരാൻ എൻ്റെ തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞോളൂ. എനിക്കിവിടെ മൈക്കുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞോളൂ. ഞാൻ ഈ ലോകത്ത് പല രാജ്യങ്ങളും ഓടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഓടിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം തായ്ലൻഡാണ്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കാൻ അറിയോ, ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഇല്ല, നമ്മുടെ അത്ര എന്താ പറയുക, വേണമെങ്കിൽ സംസ്കാര സമ്പന്നം അല്ലെന്ന് പറയുന്നത് പാരമ്പര്യം വെച്ച് നോക്കിയാൽ. പക്ഷേ ഏറ്റവും മനോഹരമായിട്ട് അവർ ട്രാഫിക് സൈനുകളും ട്രാഫിക് നിയമങ്ങളും ഒക്കെ പാലിച്ചോടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഓടിക്കാം. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഒരു ഭൂപ്രകൃതിയും അല്ലേ, നമ്മുടെ ഒരു രീതികളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഫുഡ് അമേസിങ് ഫുഡ് എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ കിടിലൻ രാജ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സെക്സ് ടൂറിസ്റ്റിൻ്റെ സ്ഥലം എന്ന് മാത്രമൊന്നുമല്ല, അതൊക്കെ ഒരു സൈഡിലേ ഉള്ളൂ. അല്ലെങ്കിൽ അതിഗംഭീരമായൊരു രാജ്യമാണിത്. നമുക്കിന്നും ആമസോണിൽ തന്നെ കുടിക്കും. ഇന്നലെ നമ്മൾ ആമസോണിൽ നിന്നൊരു കാപ്പി കുടിച്ചിരുന്നു, നല്ലതായിരുന്നു. എന്തായാലും ഞാൻ ഈ മാസം അവസാനം ആമസോണിൽ പോകുന്നുണ്ട്, ഇവിടെ തന്നെ ആകാം കാപ്പി. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫ്ലാഗ് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലാഗ് ഓഫ് ഇടാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞെട്ടിച്ചു കളഞ്ഞു, എല്ലാവരും ഞെട്ടിച്ചു. ഒരു ഭയങ്കര സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നെ തോന്നി എന്നുള്ളതാണ് എൻ്റെ രസം. അതെ, അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ആൾ വ്ളോഗേഴ്സിനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ യുദ്ധം പോലെയാണ്. ആണല്ലേ? ഹലോ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് അതിനൊക്കെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തുകാരിങ്ങനെ ചെറിയ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കും വഴി കൂടി. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും. ഫ്രൈഡ് ഐറ്റംസിന് മുഴുവൻ നല്ല ടേസ്റ്റായി. ഇന്നലെ രാത്രി ഞങ്ങൾ നല്ല കിടിലൻ വെള്ളമാക്കട്ടെ സ്കിഡ് ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, പോർക്ക് ഫ്രൈ ഒക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ സാധിച്ചില്ല, കാരണം അതുപോലെ ക്ഷീണിതരായിരുന്നു. അതുകൊണ്ടാണ്. എന്നാലും മൂക്കറ്റം തിന്നിട്ടാണ് ഇന്നലെ പോയി കിടന്നത്. ഇത് നമുക്ക് 7-Eleven എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആണ്. അങ്ങോട്ട് നമുക്ക് കയറാം. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എന്ത് സാധനം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു US സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ നമ്മൾ ഈ തായ്ലൻഡ് വരുമ്പോൾ സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്നത് ഇവിടുന്ന്. എന്നു വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കോഫി മെഷീനുണ്ട്, ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ അത് ഈ മൂലയിലുണ്ട്. ഇവിടെ കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലും പരീക്ഷിക്കാവുന്നൊരു മാതൃകയത്. കാരണം വെച്ചാൽ നമ്മളിവിടുന്ന് ചൂടുവെള്ളം എടുക്കുന്നു, എന്നിട്ട് കോഫി പൗഡർ മിക്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് ഇടുക, ഇളക്കി കുടിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ എളുപ്പമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 ബാട്ടോ മറ്റാണ്, 36 രൂപയാണ്. പക്ഷേ വളരെ സൗകര്യമാണ് ഈ സംഭവം. അത് കോഫി തന്നെ വരുന്നുണ്ടല്ലേ? എല്ലായിടത്തും കോഫി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം എടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ചൂടുവെള്ളം എടുക്കാം. ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം, ടീ പൗഡർ ഇടുക, ഇളക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് നമ്മൾ കോഫി ഉണ്ടാക്കി കുടിച്ചു. അതിൻ്റെ കൂടെ ഒരു ബണ്ണ് വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഒരു ഗ്യാസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പരിപാടി അങ്ങനല്ലേ അവിടെ രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരും പെട്രോൾ അടിക്കുന്നു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ സൈഡിലൊരു സൂപ്പർ മാർക്കറ്റും അവിടെ നിന്ന് സാധനം വാങ്ങിക്കുക, അവിടെ നിന്ന് കോഫി കുടിക്കുക, അവിടെ ടോയ്ലറ്റിൽ പോവുക, അത്തരം സൗകര്യങ്ങളൊന്നും നമ്മൾ പൊതുവെ ചെയ്യാറില്ല. പക്ഷെ വളരെ സൗകര്യമാണ്. എങ്ങും വെളിയിൽ നിന്ന് നമുക്ക് ഹൈവേ വിട്ട് പോകേണ്ട കാര്യമില്ല ഒരു കാര്യത്തിനും. പുതിയ എക്സ്പ്രസ് ഹൈവേ വരുമ്പോഴത്തേക്ക് കണ്ണൂരൊക്കെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ ഇതുപോലത്തെ സൗകര്യമായ സ്ഥലങ്ങൾ വേണം. ഇതിപ്പോൾ പൊതുവെ ബോംബെ പൂനെ ഹൈവേയിലൊക്കെ നമ്മൾ ഓൾറെഡി ഇത്തരം സൗകര്യങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്? കുറേ സാധനം ഉണ്ടല്ലോ, നാട്ടിൽ കൊണ്ട് വിൽക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. അത് എന്തൊക്കെ സംഭവങ്ങളാണ്. തിരുവല്ലയിലെ ഫിനാൻസ് കമ്പനിയൊക്കെ ഉള്ള ആളാണ്. ഇതുപോലെ നിങ്ങൾ അവിടെ സ്വർണ്ണം പണയം വെച്ചാൽ അതിൻ്റെ കൂടെ വേഫിൾ കിട്ടും, അങ്ങനെ പല സാധനങ്ങൾ സൗജന്യ സമ്മാനം. പേസ്റ്റ് നമുക്ക്
പൗവിൻ്റെ വകയായിട്ട് ഇവിടെ പൈനാപ്പിളാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഓരോ കമ്പിട്ട് കുത്തി തിന്നുകൊണ്ടിരിക്കാം. എന്ന് തന്നെ അല്ല, ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വേണമെങ്കിൽ ഒരു പൊടി, വാട്ട് ദിസ് ഈസ് മസാല. മസാലയുണ്ട്, മസാല ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ മസാല ഓക്കെ. തായ്ലൻഡിലെ പഴങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒത്തിരി പഴങ്ങളുണ്ട് ഇവിടെ. അതുപോലെ എല്ലാ പഴങ്ങൾക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞ് പുറപ്പെടുകയാണ്. ഇനിയിപ്പോൾ വലിയ റോഡ് പണിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചവിട്ടി പിടിച്ച് പോകും. ഇത്ര നേരം റോഡ് പണി നടക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഇനി നേരെ ഹുവാഹിനിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാജാവ് എപ്പോഴും വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത്. എന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കും. ഒരു വൈറ്റ് ബുദ്ധ ഇരിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ, വലിയ ബുദ്ധക്ഷേത്രത്തിൽ. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധനൊക്കെ ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക, ഈ ഒരു മലയിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കി വെച്ചൊരു ബുദ്ധയൊക്കെ ഉണ്ട്. അത് പട്ടയ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബുദ്ധൻ്റെ വലിയ വലിയ രൂപങ്ങൾ പലയിടത്തും കാണാം. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ലെഫ്റ്റ് സൈഡിൽ 80, നടുക്കുള്ള ലൈൻ 100, ഇത് 120 വരെയാണ്. അപ്പോൾ ഈ ലൈനിൽ, റൈറ്റിലെ ഈ ലൈനിൽ നമ്മൾ 100-ൽ കുറഞ്ഞ സ്പീഡിൽ പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ ഇച്ചിരി സ്പീഡ് കുറച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 80-ലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ. ഇപ്പോൾ 100-ലേക്ക് എത്തുകയാണ്. അപ്പോൾ മിനിമം 100 കീപ്പ് ചെയ്യണം ഈ ഹൈവേയിൽ. 120 വരെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 6 കാറുകളും 6 നമ്പർ കാറോട് എത്തോടുകൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ്ടും കോൺവോയ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം റൈറ്റ് ട്രാക്ക് പിടിച്ച് പോകാം. 120 ഇവിടെ മാക്സിമം സ്പീഡ്. എങ്കിലും 120 ട്രാക്കിൽ മറ്റേതെങ്കിലും കാർ പുറകെ വരികയാണെങ്കിൽ നമ്മളൊന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ഹുവാഹിനിലെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടെന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അവിടത്തേക്ക് ഇനി 55 കിലോമീറ്റർ താഴെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പടപട്ടയെന്ന് ചാടി ഇറങ്ങും. ഓരോ ബെൽറ്റും ചാട്ടം നമുക്കറിയാൻ പറ്റും. ഇവിടെ കണ്ടെന്ന് സ്മൂത്തായിട്ട് നമ്മൾ പാലം ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിറ്റിയൊക്കെ വിട്ടിട്ട് എത്രയോ ഉള്ളിലേക്ക് എത്തി. എന്നിട്ടും റോഡൊന്നും ഒട്ടും മോശമായിട്ടുമില്ല. റോഡ് സൈനെല്ലാം ഗംഭീരമായിട്ടുണ്ട്. നല്ല പാലങ്ങളുണ്ട്, ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്. അങ്ങനെ രാജ്യം മുഴുവൻ ഫ്ലൈ ഓവേഴ്സൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ടൗണിൽ മാത്രം അവിടെ ഓരോന്നല്ല. അങ്ങനെ ഓരോ തവണയും തായ്ലൻഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തായ്ലൻഡിൻ്റെ ഫാനായി പോവുകയാണ്. നമ്മളങ്ങനെ ഹുവാഹിൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടൽ ഈ പരിസരത്തൊക്കെയാണ്. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മളിതാ സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ ബോർഡൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതാ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണാനുള്ളത്. ഇവിടെ ഒരു പാർക്ക്, ആവോ പച്ചുപ്പ്, പിന്നെ വേറൊരു സാധനം, അതൊരു അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് വായിക്കാൻ പറ്റിയില്ല, ഇത്തിരി നീണ്ട പേരായിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമ്മളിനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടലാണ്. ലെഫ്റ്റ് സൈഡിൽ കടലിനോട് ചേർന്ന് ധാരാളം റിസോർട്ടുകൾ, ലോകത്തിലെ എല്ലാ വലിയ ചെയിനുകളും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെറാട്ടനൊക്കെ കണ്ടു, അതുപോലുള്ള വലിയ ചെയിനാണ്, ഹോട്ടൽ ചെയിനുകളൊക്കെയാണ് ആ സൈഡിൽ കാണുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെ ബീച്ചാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ സിറ്റിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ പകൽ അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല. പക്ഷേ രാത്രിയിൽ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ്. എല്ലാ സാധനങ്ങളും വില കുറച്ച് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടുത്തെ ഏതൊരു സിറ്റിയിലുള്ള പോലെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് രാജാവിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ട്. ദ കിങ് ആൻഡ് ദ ക്വീൻ. ഈ പഴയ രാജാവ് മരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ്റെ ഫോട്ടോയാണ് എല്ലായിടത്തും. ഈവൻ ഇവിടുത്തെ കറൻസി നോട്ടിൽ പോലും ഇപ്പം മകൻ്റെ ഫോട്ടോ ആയി. നേരത്തെ അച്ഛൻ്റെ ഫോട്ടോ ആയിരുന്നു. അതാണ് എൻ്റെ ഒരു രീതി.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പാലസാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ ബിൽഡിങ് എന്ന് പറയുന്നത് പാലസിലെ ഒഫീഷ്യൽസിന് താമസിക്കാനുള്ളതാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന ക്രൗൺ സൈൻ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെയാണ്. ഇനി ലെഫ്റ്റിൽ കാണുന്ന ഈ പാലസ് രാജാവ് വന്ന് താമസിക്കാറുണ്ടായിരുന്നതാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഈ പാലസിലേക്ക് വരാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരുന്നത്. വളരെ വലിയ കാങ് വോൺ പാലസ് എന്ന് പറയും. ഇതിൻ്റെ അകത്തൊരു ലേക്ക് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ രാജാവ് വന്നിറങ്ങാറുള്ള റെയിൽവേ സ്റ്റേഷൻ കാണാം. എന്താണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബിൽഡിങ്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് രാജ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവർ ഇവിടുത്തെ പാലസിൽ ട്രെയിനിൽ വന്ന് ഇറങ്ങുകയും പോവുകയും ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ കൂടെയാണ് ഇറങ്ങി പോവുക. ബാക്കി സാധാരണ കൃമി കീടങ്ങളുണ്ടല്ലോ അവർക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇത് രാജാവിനുള്ളത്. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല. 74 ഓപ്പൺ ചെയ്ത് അത്ര വലിയ വഴക്കമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഗൈഡ് പറഞ്ഞ 100 years അവിടെ എഴുതി വെച്ചേക്കുന്നത് 74 എന്നാണ്. പക്ഷേ അതിന് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ വലിയ ഒരു ഗുമ്മൊന്നുമില്ല. പെയിൻ്റൊക്കെ അടിക്കാൻ സമയമായി. എനിക്ക് വന്നത് രാജാവ് ഇപ്പം പഴയ രാജാവ് ഇപ്പം മരിച്ചിട്ട് പുതിയ ആളിവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. വരുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഏതായാലും ഇത് അതിലും ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇതിനൊരു പഴയ ബ്രിട്ടീഷ് ഒരു സ്റ്റൈൽ ഭംഗിയായിട്ടുണ്ട് ഇത്. ഈ ഹുവാഹിനിലിപ്പോൾ ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ആ മുകളിൽ കാണുന്ന റെയിൽവേ ട്രാക്കും ആ കാണുന്ന റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് പഴയത് ഇങ്ങനെ വെറുതെ നിലനിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മലേഷ്യക്ക് പോകാം, സിംഗപ്പൂരേക്ക് പോകാം. ട്രെയിനുണ്ട്. 2 ദിവസം എടുക്കും. വലിയ ഫാസ്റ്റ് ട്രെയിനൊന്നുമല്ല. പക്ഷേ ഇപ്പം മലേഷ്യ എന്നൊക്കെ ധാരാളം ആൾക്കാർ ട്രെയിനിൽ വന്നു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഞാൻ പണ്ടൊരിക്കലും ഒരു ചെറിയൊരു സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഫുൾ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇതിവിടെ നമുക്ക് നേരെ മലേഷ്യ എത്താവുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് മാളിലാണ് നമുക്ക് ഫുഡ് റെഡിയാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകും. ഏതായാലും ഇപ്പോൾ ഈ കണ്ട വലിയ സംഭവമൊന്നുമല്ല രാജാവ്. പക്ഷേ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് എത്രത്തോളം ഒരു രാജാവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ രാജാവെന്ന് പറഞ്ഞാൽ ഉടനെ തെറി വിളിച്ചുകൊണ്ട് വരും. രാജാക്കന്മാർ പണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾ പോലും ഇപ്പം ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നാടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്മാരകങ്ങളൊക്കെ ഇവർ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് ഹുവാഹിൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും ദീർഘകാലം സ്നേഹിക്കപ്പെട്ട രാജാവെന്ന് പറയുന്ന രാമനായൻ. ഇദ്ദേഹം 70 വർഷം രാജാവായിട്ടിരുന്നു. അതും ഒരു റെക്കോർഡാണ്. 70 വർഷം ആരും ഇവിടെ രാജപദവി അലങ്കരിച്ചിട്ടില്ല. അദ്ദേഹമാണിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ് 3-4 വർഷം മുമ്പ് 4 വർഷം മറ്റേ അയാളൊന്നും മരിച്ചിട്ടുണ്ട്. 4 ആയോന്ന് പോലും സംശയമുണ്ട്. ഇപ്പം മകനാണ് രാജാവ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു സെക്യൂരിറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. അയാളോട് പറഞ്ഞു നമ്മളിങ്ങനെ ഒരുമിച്ച് 6 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റി അപ്പോൾ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു നമുക്ക് വേണ്ടി 6 സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു തരാം. നമ്മളവിടെയാണ് സെക്യൂരിറ്റി ചോദിച്ചാൽ ഇല്ല അതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 6 സ്ഥലത്ത് പാർക്ക് ചെയ്യാനേ പറ്റും, അല്ലാതെ ഒരുമിച്ചൊന്നും പറ്റില്ല എന്ന് പറയും. ഇതൊരു ചോദ്യം ഉണ്ടായില്ല. അവർക്ക് മനസ്സിലായി നമ്മൾ ഒരുമിച്ച് വന്നവരാണ്, ഒരുമിച്ച് പാർക്കിങ് കൊടുക്കണം. 6 സ്ലോട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അയാൾ കയ്യിൽ എഴുതി വെച്ചിരിക്കുക. കണ്ടോ, ആ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടാണ് ഈ സെക്യൂരിറ്റി ചോദിച്ചത്. അതാണ് മനുഷ്യനോടുള്ളൊരു സ്നേഹം, ബഹുമാനം, കരുതൽ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഈ മാളിലെ മാർക്കറ്റ് ടൗൺ എന്ന് എഴുതിയിട്ടുണ്ട്.
പലതരത്തിലുള്ള ഫുഡ് കിട്ടുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, ലെറ്റ് മീ ചെക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സീ ഫുഡ് ഫ്രൈഡ് റൈസാണ്. 65 ബാട്ട് എന്ന് പറഞ്ഞാൽ 130 രൂപ. ഞാൻ എൻ്റെ ഒരു സ്ഥിരം സാധനമാണ് തായ്ലൻഡ് വരുമ്പോൾ അത് കഴിക്കുന്നത്. അതിനകത്ത് സീ ഫുഡ് പല സാധനങ്ങളിട്ട് നല്ല രസിക്കൻ ഫ്രൈഡ് റൈസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 2 എണ്ണം. ശ്യാമിനും അത് മതിയെന്ന് പറഞ്ഞു. നമ്മൾ പൈസ ഇവിടുന്ന് കാർഡ്, പ്രീപെയ്ഡ് കാർഡ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ബാക്കി റെഡീം ചെയ്ത് ബാക്കി തരും. താങ്ക് യു. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട സോയ സോസാണിത്, അതൊഴിക്കുന്നു. വേണേൽ കുറച്ച് ചില്ലി സോസ് ഒഴിക്കുന്നു. സ്പൂണൊക്കെ നമ്മളിനി എവിടെ നിന്നായിരിക്കും? കാണും അല്ല, നമുക്ക് തപ്പിയെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി ഇവിടെ ഉപയോഗിക്കേണ്ട സ്പൂണ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതെടുത്തിട്ട് നമുക്ക് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാം. അതിനുള്ള ഒരു മെഷീനുണ്ട് ഇവിടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് കയറ്റി വയ്ക്കാം. എന്നിട്ട് ഇവിടെ ലൈറ്റ് കത്തിയല്ലോ, പച്ച ലൈറ്റ് കത്തി കെടുകയും ചെയ്തു. ഇപ്പോൾ ഡിസ്ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഓക്കെ, കഴിഞ്ഞു. എൻ്റെ പ്രോത്സാഹനത്തെ തുടർന്ന് സീ ഫുഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ച് 2 യുവാക്കളോട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീ ഫുഡ് ഫ്രൈഡ് റൈസ്. ഇതിനകത്ത് അതിന് മെഷീൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ സ്ക്വിഡുണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, പിന്നെ എന്തോ എനിക്ക് പേരറിയാത്ത നീരാളിയാന്ന് തോന്നുന്നു. അതിൻ്റെ കാല് പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഒരു നേരത്തെ ഫുഡ് ഇത് മതി. മോശമാകില്ല, കഴിച്ചു നോക്ക്. ആ, എല്ലാം ഫ്രഷ് എന്ന് വെച്ചാൽ ഇവിടുത്തെ പഴങ്ങളും എല്ലാം വളരെ ഫ്രഷാണ്. ഞാനിപ്പോൾ ഐസ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടി. ഇത് ഐസോട് കൂടിയുള്ള പൈനാപ്പിൾ. ഇതെന്തായിരുന്നു? റോസല്ല. ഇത് മിക്സഡ് ബെറി. അടിപൊളി. തന്നെയല്ല, നാട്ടിലെ വില നോക്കി 50 രൂപയുള്ളൂ കേട്ടോ, നല്ല ഒന്നാം തരം ജ്യൂസിന്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഉച്ചക്കത്തെ കഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. കുറച്ച് വിശ്രമിച്ചിട്ട് വൈകുന്നേരം അവനവന് ഇഷ്ടമുള്ള പണിക്ക് പോകാം. കൂടാതെ ഇവിടെ നൈറ്റ് മാർക്കറ്റ് എല്ലാവരും കൂടെ കാണാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളാകാം ഇനി. ഇവിടുത്തെ ആ ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി കാണണമെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ മതി. എന്തോ കളർ ചേർത്ത പോലെ തോന്നുന്നു. ഒന്നുമില്ല കേട്ടോ, അത്രയും ഫ്രഷാണ്. കണ്ടാൽ കൊതിയാകും. ഞാനൊരു ഫ്രൂട്ട്സിൻ്റെ ആളല്ല, പക്ഷേ എനിക്ക് തായ്ലൻഡ് വരുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച, തായ്ലൻഡിൽ കൊക്കക്കോള പോലെയുള്ള സാധനങ്ങൾ കുടിക്കുന്നവർ കുറവാണ്. അവരധികം ഫ്രൂട്ട് ജ്യൂസൊക്കെയാണ് കുടിക്കുന്നത്. അവരുടെ ഹെൽത്തി ഒരു ഡയറ്റാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. സുഷി, ഇതെല്ലാം സുഷിയാണ്. ജാപ്പനീസ് ഫുഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ലോകവ്യാപകമായി ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ എന്നെ നോക്കുക, ഞാനിങ്ങനെ നടന്ന് സംസാരിക്കുന്നു, എന്നെ ഷൂട്ട് ചെയ്യുന്നു, ഏതോ ഭയങ്കര സംഭവം മനുഷ്യനെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ നാട്ടിലെ മമ്മൂട്ടിയാണെന്ന് അവരുടെയൊക്കെ വിചാരം. ഇത് നമ്മുടെ MG മോട്ടറിൻ്റെ ഒരു ഡ്യുവൽ മോട്ടർ ഇലക്ട്രിക് കാറാണ്. MG4 എന്ന് പറയുന്ന മോഡലാണ്. ഇന്ത്യയിലേക്കൊക്കെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. എത്ര കിലോമീറ്ററാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഏതായാലും സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. MG ഇവിടെയും കാര്യമായ രീതിയിൽ വിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് തായ്ലൻഡിലാണെന്ന് തോന്നുന്നു. റിസോർട്ടിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്ന ഹുവാഹിനിലെ റിസോർട്ട്. റീജൻ ബീച്ച്, ഹുവാഹിൻ. വലിയ വളപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇല കൊണ്ട് അല്ല, ചെടി കൊണ്ടുള്ള ആന. താമസിക്കുന്ന ഹോട്ടൽ റീജൻസ് ചാം ബീച്ച് റിസോർട്ട്. ഇതൊരു ഹ്യൂജ് പ്രോപ്പർട്ടിയാണ്.
വിന്യാസമൊക്കെ ഉണ്ട് കേട്ടോ. സ്പാ ഉണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഒന്ന് പോയി റൂമിലൊക്കെ ചെന്നൊക്കെ വെച്ചിട്ട് വന്നിട്ടൊന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ വിചാരിക്കുന്നു. സോ ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ച് റിസോർട്ടിലെ റൂം. നല്ല റൂമാട്ടോ. ഇവിടുത്തെ എല്ലാ ഹോട്ടലും റിസോർട്ടുകളും എത്ര ഹ്യൂജ് ആണെന്ന് ഞാൻ ആലോചിച്ചത്. ഇവിടെ നല്ല വ്യൂ എന്താണ് നോക്കട്ടെ. ആഹാ, അടിപൊളി. കടലാണ് കേട്ടോ, കടലാണ് കേട്ടോ. ഇവിടെ ഒരു മാരകമായ സ്വിമ്മിംഗ് പൂളും ഉണ്ട്.